ആളിതുവരെ എത്തിയിട്ടില്ല. വെയിറ്റിംഗ് ആണ്. എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കണം. അയാളുടെ ചോര വാർന്ന ഡെഡ് ബോഡി എനിക്ക് കാണണം. വിളിച്ചോണ്ട് പോ. പാവപ്പെട്ടവരുടെ പറത്തലെന്നറിയപ്പെടുന്ന ബാബയ്ക്ക് നേരെയുണ്ടായ വധശ്രമം അറിഞ്ഞ് വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ ബംഗ്ലാവിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏറെയും മത്സ്യത്തൊഴിലാളികളും കൂലിപ്പണിക്കാരുമായിട്ടുള്ള ആളുകളാണ്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് എത്തിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ആരെന്ന് ഇതുവരെയും അറിവായിട്ടില്ല. ബാബയുടെ ബന്ധുക്കളെയും ചിരപരിചിതരെയും മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ബാബയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാരനെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഏഷ്യാനെറ്റിന് വേണ്ടി ഇന്ദുചൂടൻ. പേടിക്കാനൊന്നുമില്ല. പ്രഷർ ഇത്തിരി കൂടിയേ ഉള്ളൂ. പെട്ടെന്നുള്ള ഷോക്കിൻ്റെയാ. കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി. സന്ദർശകരധികം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നുമില്ല. ഇതുപോലെ എന്തൊക്കെ കണ്ടിട്ടാ ഈ കാസിം ബാബ ഇവിടെ വരെ എത്തിയത്. അല്ല, ഷാഹിദ എവിടെ? മോളെ
മോളെ, ബാപ്പാക്കൊന്നുമില്ല, നിന്നെ വിളിക്കണം. ആ അയ്യേ കരയ പാപ്പാക്കൊന്നുമില്ല. നോക്ക് അന്റെ കണ്ണീര് കാണുമ്പോഴേ സങ്കടമുള്ളൂ. ജലപാനം കഴിച്ചിട്ടില്ല ഇതുവരെ. എന്താ മുത്തേത്? ചെല്ല്, ചെന്നെന്തെങ്കിലും കഴിക്ക്. പ്ലീസ് ഒന്ന് മാറൂ. പിന്നെ സാറിന്റെ പ്രതികരണം സർ, പ്ലീസ് സർ. എന്താ പറ്റിയത്? പടച്ചോന്റെ ഹയർ കൊണ്ട് ഒരു പോറൽ പോലും പറ്റിയില്ല. ഇവിടെ കിടപ്പ് മുറിയിലുണ്ട്. ഡോക്ടർ പരിശോധിച്ചു പോയേ ഉള്ളൂ. അങ്ങോട്ടിരിക്ക. പഴയ മന്ത്രി കോയ സാഹിബ്, MLA അബ്ദുള്ള കുട്ടി, പിന്നെ നമ്മളെ ഫിലിപ്പോസ് അച്ഛൻ, അവൊക്കെ മുസ്ലിയാർ, വലിയ പള്ളി കാസി ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഫോണിനാണെങ്കിൽ ഒരൊഴിവില്ല. എന്തിനാണ് കബീർ ഇവരെയൊക്കെ അറിയിച്ചത്? ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, കേട്ടറിഞ്ഞെത്തിയതാ. പുറത്ത് TV-ക്കാരും വന്നിട്ടുണ്ട്. അവരെ പോലെ അകത്തേക്ക് വിട്ടിട്ടില്ല. നാട്ടുകാരാണെങ്കിൽ കടന്നിൽ കൂടെ ഇളകി പോലെ പുറത്തു കൂടിയിരിക്കുക. ബാബനെ കണ്ടിട്ടേ പോകുന്നും പറഞ്ഞ് നിൽക്കുക. അസ്സലാമലൈക്കും. എന്താ ശരിക്കുണ്ടായത്? അതൊന്നും പറയണ്ട എന്റെ കോയ സാഹിബേ. ബദർ യുദ്ധല്ലായിരുന്നോ? ബദർ യുദ്ധം. ഖുറൈശികളും സഹാബികളും തമ്മിൽ. ആരാ ഇതിന്റെ പിന്നിലെന്ന്? പിന്നിലാരായാലും മുന്നിൽ ആ ചെറുപ്പക്കാരൻ ചാടി വീണില്ലായിരുന്നെങ്കിൽ 60-ാം പിറന്നാൾ ആഘോഷിക്കാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ആരാ അയാള്? കണ്ടാല് നമ്മൾ ഇവിടുത്തെ പാത്തുമില്ലേ, പാത്തും മോന്റെ മാരിണ്ട്. അരച്ചാണയുള്ളെങ്കിലും ആള് ജാക്കിച്ചാണ. എന്താ ഓന്റെ ഫൈറ്റ്? പടച്ചോൻ അയച്ചതാവനെ എന്റെ ആയുസ് കാക്കാൻ. എന്നിട്ട് അയാൾ എവിടെ? സിക്കന്ദർ അബൂട്ടിയും കൂടി ബന്ധോസായിട്ട് ആസ്പത്രി കൊണ്ടുപോയിട്ടുണ്ട്. നബിയെ കാത്ത മുസബിബിന് പറഞ്ഞ പോലെ എനിക്ക് ആരെ വന്ന വെട്ടൊക്കെ തടുത്ത് ഒരുപാട് ചോരൊഴിക്കുവാൻ എത്തിന്നാ തോന്നുന്നത്. എന്താ അവിടെ നിക്കണേ? കേറി ബരീൻ. വാ. കേറി വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ. നീ രക്ഷിച്ചത് ഞങ്ങളുടെ പ്രാണനാ. കേറി വാ. എന്താ എന്റെ പേര്? ഏത് മഹലിപ്പെട്ടതാ? ചോദ്യവും പറച്ചിലൊക്കെ പിന്നെ ആകാം മുസ്ലിയാരെ. ഓനല്ല ക്ഷീണമുണ്ട്, ചോര കുറവൊഴുക്കിയതാ. ആ, എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഓ, സാഹിബേ, തനിച്ചൊന്ന് കാണും. ആയിക്കോട്ടെ. ആ, വാ. എന്താ അന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ആരൊക്കെയുണ്ട്? ആരുമില്ല. യത്തീമാണല്ലേ?
ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. ആ, എന്താ ജോലി? അന്വേഷിക്കുന്നുണ്ട്. ആ, അപ്പൊ പടച്ചോൻ അയച്ചതാ നിന്നെ. അല്ലെങ്കിൽ ആ നേരത്ത് നീ എവിടെ എത്തിയതെങ്ങനെ? എന്തിന്? ആര് പറഞ്ഞിട്ട്? എന്റെ അടുത്തേക്കായിട്ട് തന്നെ പറഞ്ഞയച്ചതാ തമ്പുരാൻ. അപ്പോ നീ ഇനി എന്റെ കൂടെ തന്നെ വേണം. ഞാനൊരു ഹിന്ദു. ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടികളും ഒരേ ഒരു ദൈവത്തിൻ്റെതാണ്. പരസ്പരം തിരിച്ചറിയാൻ പടച്ചോൻ സമുദായങ്ങളും ഗോത്രങ്ങളും ഉണ്ടാക്കി. മുസൽമാന്റെ വേഷം കെട്ടിയിട്ട് മുനാഫിക്കായി നടക്കണതിൽ കാര്യമില്ല. പടച്ചോൻ അനുസരിക്കണവനായിരിക്കണം. പേരെന്തെന്ന് ആരെങ്കിലും ചോദിച്ചാ സലാം എന്ന് പറഞ്ഞാൽ മതി, മറ്റുള്ളവരുടെ ഒരു സമാധാനത്തിൽ. എന്തേ? സലാം.